CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. നമസ്കാരം, CCTV ഷോർട്ട് ന്യൂസിലേക്ക് സ്വാഗതം. ലോകകപ്പ് ഫൈനൽ പ്രമാണിച്ച് നാളെ സംസ്ഥാനത്തെ സ്കൂളുകൾക്കും കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ച സർക്കാർ. സ്കൂളുകൾക്ക് തിങ്കളാഴ്ച അവധി പ്രഖ്യാപിക്കാൻ മുഖ്യമന്ത്രി VD സതീശനാണ് നിർദ്ദേശം നൽകിയത്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റമില്ല. ആർത്താറ്റ് ഹോളിക്രോസ് CBSE സ്കൂളിൽ ലോകകപ്പ് ഫുട്ബോളിന്റെ ആവേശത്തോടൊപ്പം ചേർന്ന് മിനി വേൾഡ് കപ്പ് നടന്നു. ഹാഷിഷ് ഓയിലുമായി ചൂണ്ടലിൽ നിന്നും യുവാവ് പിടിയിലായി. സ്രാമ്പിക്കൽ വീട്ടിൽ രഞ്ജിത്തിനെയാണ് അനധികൃതമായി മയക്കുമരുന്ന് കൈവശം വെച്ചതിന് കുന്നംകുളം SI K രോഹിത്തിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. തെരുവുനായ ശല്യം, ജനങ്ങളുടെ ജീവന് സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് മറ്റം സെന്റ് തോമസ് ഫൊറോന ഇടവകയിലെ KCYM യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കണ്ടാണശ്ശേരി പഞ്ചായത്ത് അധികാരികൾക്ക് നിവേദനം നൽകി. തളിക്കുളം തമ്പാൻകടവിൽ കൂട്ടുകാരോടൊപ്പം കടലിൽ കുളിക്കാനിറങ്ങി ഒഴുക്കിൽപ്പെട്ട 10ാം ക്ലാസ് വിദ്യാർത്ഥിയുടെ മൃതദേഹം കണ്ടെത്തി. തളിക്കുളം ഇടശ്ശേരി വാലിപ്പറമ്പിൽ സലീമിന്റെ മകൻ 16 വയസ്സുള്ള നാദിർഷയാണ് മരിച്ചത്. ഒരു ദിവസം നീണ്ട തിരച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെ 11ഓടെ സ്നേഹതീരം ബീച്ചിന് വടക്കുമാറിയാണ് മൃതദേഹം കണ്ടെത്തിയത്. പെരുമ്പിലാവിൽ മോട്ടോർ സൈക്കിൾ മോഷണം പോയ സംഭവത്തിൽ 3 പേരെ കുന്നംകുളം പോലീസ് അറസ്റ്റ് ചെയ്തു. അഗതിയൂർ ചിറ്റിലപ്പള്ളി സ്വദേശി 26 വയസ്സുള്ള കിരൺ ജാക്സൺ, പെരുമ്പിലാവ് സ്വദേശി 24 വയസ്സുള്ള അക്ബർ, വെള്ളാനിക്കര മാടക്കത്തറ സ്വദേശി 24 വയസ്സുള്ള ആശ്രയ് കൃഷ്ണ എന്നിവരാണ് പിടിയിലായത്. കർക്കടക മാസാചരണത്തോടനുബന്ധിച്ച് ചൊവ്വനൂർ മാതൃവേദിയുടെ നേതൃത്വത്തിൽ ഔഷധ ഗുണമുള്ള മരുന്നുണ്ടകൾ നിർമ്മിച്ചു. എരുമപ്പെട്ടി ഫൊറോന മാതൃവേദി ഭാരവാഹികളുടെ യോഗത്തിലാണ് മരുന്നുണ്ടയുടെ വിതരണോദ്ഘാടനം നടന്നത്. പഴഞ്ഞി മാർബസേലിയോസ് സ്കൂളിൽ സംഘടിപ്പിച്ച ആപ്പിൾ ഡേ ആഘോഷം വർണ്ണാഭമായി. ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് അസോസിയേഷൻ കുന്നംകുളം യൂണിറ്റ് വാർഷിക സമ്മേളനം നടന്നു. CPM എളവള്ളി ലോക്കൽ കമ്മിറ്റി മുന്നംഗവും DYFI നേതാവുമായിരുന്ന PV സുരേഷ് ബാബുവിന്റെ 6ാം ചരമവാർഷിക ദിനാചരണം സംഘടിപ്പിച്ചു. ഓപ്പറേഷൻ തൂഫാന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് വടക്കേകാട് ജനമൈത്രി പോലീസിന്റെ സഹകരണത്തോടെ പുന്നയൂർക്കുളത്ത് MEC7 കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ പ്രകടനവും ലഹരിവിരുദ്ധ സദസ്സും സംഘടിപ്പിച്ചു. പുന്നയൂർക്കുളം ചമ്മനൂർ ജുമാ മസ്ജിദിൽ ഖത്തീബായും നൂറുൽ ഹുദ ഹയർ സെക്കൻഡറി മദ്രസയിൽ അധ്യാപകനായും ദീർഘകാലം സേവനം ചെയ്തിരുന്ന ഉസ്താദ് അലി ദാരിമിക്ക് ചമ്മനൂർ മഹൽ ജമാഅത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. പാറന്നൂർ ജനകീയ വായനശാല വനിതാവേദിയുടെ നേതൃത്വത്തിൽ S ജാനകി അനുസ്മരണം സംഘടിപ്പിച്ചു. മറ്റം കാക്കശ്ശേരി സമാജത്തിന്റെ 79ാം കുടുംബമേള നടന്നു. EDയുടെ കള്ളക്കേസുകൾക്കും വേട്ടയാടലുകൾക്കുമെതിരെ CPM എരുമപ്പെട്ടി വെസ്റ്റ് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. അണ്ടത്തോട് പെരിയമ്പലം കാട്ടുപുറം വേട്ടയ്ക്കരൻ ക്ഷേത്രത്തിൽ കർക്കിടക മാസാചരണത്തിന്റെ ഭാഗമായി ഗജപൂജയും ആനയൂട്ടും നടന്നു. CPMനെതിരെയുള്ള കേന്ദ്ര അന്വേഷണ ഏജൻസി EDയുടെ കള്ളക്കേസുകൾക്കും വേട്ടയാടലുകൾക്കുമെതിരെ CPM മറ്റം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രകടനവും പ്രതിഷേധ സംഗമവും സംഘടിപ്പിച്ചു. ചാവക്കാട് നഗരസഭ മുൻ ചെയർമാൻ KP വത്സലന്റെ സ്മരണാർത്ഥം ഏർപ്പെടുത്തിയ വാർഷിക എൻഡോമെന്റ് വിതരണം നടന്നു. മരത്തംകോട് മേരിമാതാ ദേവാലയമുറ്റത്ത് പുതുതായി സ്ഥാപിക്കുന്ന കരിങ്കൽ കുരിശുതറയുടെ ശിലാസ്ഥാപനം ഇടവക വികാരിയും എരുമപ്പെട്ടി ഫൊറോന തിരുബാല സഖ്യം അനിമേറ്ററുമായ ഫാദർ ജോഫി ചിറ്റിലപ്പള്ളി നിർവഹിച്ചു. വിദ്യ ഇന്റർനാഷണൽ ചാരിറ്റബിൾ ട്രസ്റ്റ് അർഹരായ വിദ്യാർത്ഥികൾക്ക് സാമ്പത്തിക പിന്തുണയേകുന്നതിനായി ഏർപ്പെടുത്തിയ സ്കോളർഷിപ്പ് എൻഡോമെന്റ് വിതരണ ചടങ്ങ് തലക്കോട്ടുകര വിദ്യ എഞ്ചിനീയറിംഗ് കോളേജിൽ നടന്നു. ആർത്താറ്റ് സെന്റ് മേരീസ് ഓർത്തഡോക്സ് കത്തീഡ്രലിൽ കൽക്കുരിശിന്റെ പ്രതിഷ്ഠാപെരുന്നാൾ ആഘോഷിച്ചു. വേലൂർ കാർത്തിയായനി ഭഗവതി ക്ഷേത്രത്തിലെ ദേവിയെ സ്തുതിച്ചൊരുക്കിയ സംഗീത ഓഡിയോ ആൽബം ഭക്തജനങ്ങൾക്ക് സമർപ്പിച്ചു. ഇന്ദിരാക്കട്ട് നമുക്ക് വേണ്ട, പവർ കട്ട് ഏർപ്പെടുത്തി കേരളത്തെ ഇരുട്ടിലാക്കുന്ന UDF സർക്കാർ നടപടിക്കെതിരെ എന്ന മുദ്രാവാക്യമുയർത്തി DYFI കേച്ചേരി മേഖലാ കമ്മിറ്റി യുവജന പ്രതിഷേധവും കച്ചവട സ്ഥാപനങ്ങളിൽ മെഴുകുതിരി വിതരണവും നടത്തി. CPI വടക്കേകാട് ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ജനറൽ ബോഡി യോഗം നടന്നു. CCTV ഷോർട്ട് ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് പവർ ഗാർഡ് സോളാർ സിസ്റ്റം കൂനമുച്ചി. ഇതോടെ ഷോർട്ട് ന്യൂസ് സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ വെബ് പേജ്, ഫേസ്ബുക്ക് പേജ്, യൂട്യൂബ് എന്നിവ സന്ദർശിക്കുക. തത്സമയ വാർത്തകൾക്കായി www.cctv online.tv സന്ദർശിക്കുക. നമസ്കാരം.